അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ L2E എമ്പുരാൻ്റെ ടീസർ ഇപ്പോൾ ലൈവായിട്ട് ലാലേട്ടനും മമ്മൂക്കയും ചേർന്നിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച് കണ്ടതുപോലെ 7/7 എന്നുള്ള ടൈമിൽ തന്നെയാണ് ടീസർ റിലീസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഈ സിനിമയിൽ അത്രയും വലിയ ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് മൂവി ഹാപ്പനിങ് ഇൻ മോളിവുഡ്. ലൂസിഫറിൻ്റെ ഒരു വിജയം നമുക്കറിയാം. അത് എത്ര ഒരു സ്റ്റഡി ബുക്ക് പോലെ ഷൂട്ട് ചെയ്ത് വെച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് ഫിലിം മേക്കിംഗ് ആണ് മലയാളത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം സ്റ്റാൻഡേർഡ്സിൽ അങ്ങനെ ഉള്ളൊരു മാസ് സിനിമയ്ക്ക് കാണിച്ചത് എന്ന്. അത്രയും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിനിമ. എൻ്റെ ടീസറിൻ്റെ റിയാക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. പിന്നെ ഈ ടീസർ താഴെ വെച്ചിട്ട് ഇങ്ങനെ അയ്യോ ഹോ ഞെട്ടി എന്നൊന്നും പറയാനുള്ള പരിപാടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ബേസിക്കലി ഹൂ ഈസ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് ആ ക്യാരക്ടറിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് നമുക്ക് അറിയില്ലായിരുന്നു. ഹൂ വാസ് ഹി, ആ എബ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ ബേസിക് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇറാനിലൊക്കെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആദ്യം തന്നെ ടീസർ തുടങ്ങുന്നത്. നോക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഹിന്ദി സിനിമയുടെയൊക്കെ പോലെയുള്ള ഒരു മാഗ്നം ഒപ്പസ് ഫ്ലേവേഴ്സാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ലൂസിഫർ ഞാൻ അങ്ങനെയല്ല കണ്ടത്. ലൂസിഫർ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അത്രയും ക്ലാസിക് ആയിരുന്നു. അതിൽ മോഹൻലാൽ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ഒരു ടെറിട്ടറിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് ഫിലിം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു ഹിന്ദി വേർഷൻ ഓഫ് കൈൻഡ് ഓഫ് ഒരു അക്ഷയ് കുമാറിൻ്റെയും സൽമാൻ ഖാൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ വിജയിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു സിനിമേൻ്റെ കാണുന്ന പോലെയുള്ള ഒരു ആംബിയൻസും ഫീലുമാണ് എനിക്ക് പല സാധനം കണ്ടപ്പോൾ തോന്നിയത്. കുറേ ഫൈറ്റ്സ് ഉണ്ട്, ബ്ലാസ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, മിലിറ്ററി കോമ്പാക്റ്റ് ഉണ്ട്. അത് എങ്ങനെ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതി മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ടിപ്പിക്കൽ അങ്ങനെയുള്ളൊരു പടമായിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് മീറ്റർ ഇതിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിലെനിക്ക് നോക്കിയപ്പോൾ ആ ഒരു ക്ലാസ് മീറ്റർ തോന്നിയിട്ടില്ല. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാഗ്നം സെലിബ്രേഷനായിട്ടാണ് തോന്നിയത്. പക്ഷേ ഞാൻ ഈ ഡയറക്ടറിൽ വിശ്വസിക്കുന്നു. കാരണം ലൂസിഫർ ആയിക്കോട്ടെ, ബ്രോഡാഡി ആയിക്കോട്ടെ, പുള്ളിയുടെ ഡയറക്ടോറിയൽ വർക്ക് രണ്ടും അത്രയും ടെക്സ്റ്റ് ബുക്കായിട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഈവൻ ബ്രോഡാഡി പോലും ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. അത് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലൂസിഫർ അതേപോലെ തന്നെ തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ടതാണ്. ആ രീതിയിൽ ഇപ്പോഴും പെർഫെക്ഷൻസിൽ മാത്രം നിൽക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഇംപെർഫെക്ഷൻസ് ഒന്നും എടുത്ത് കാണിക്കാനോ പറയാനൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ട്രിലോളജിയാണ്. ഇതിൻ്റെ ഇനി ഫ്യൂച്ചറും കൂടി വരാൻ പോകുന്നുണ്ടെന്ന് മുരളി ഗോപി ഇപ്പോൾ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി ഇത് കണ്ടപ്പം തോന്നുന്നത്? ശരിക്കും നിങ്ങളുടെ ഒരു ടീസർ റിയാക്ഷൻ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബോളിവുഡ് മൂവീൻ്റെ ഫ്ലേവേഴ്സൊക്കെ എവിടെയൊക്കെയോ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് കണ്ടിട്ട് സൂപ്പർ ഇംപ്രസ്ഡ് അല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ഓൾ ടുഗദർ ആയിട്ട് ഫുൾ ഓൺ ആയിട്ട് ഒരു ആസ് എ മൂവി നമ്മൾ തിയേറ്ററിൽ പോയിരുന്നിട്ട് പുട്ട് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ലാലേട്ടൻ അതൊരു സുഖമായിട്ട് പുൾ ഔട്ട് ചെയ്യുന്ന അറിയാം. പുള്ളി ലാലേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആക്കി കൊണ്ടുവന്നിരിക്കുന്ന അറിയാം. കാരണം അവിടെ ലൂസിഫറിന് ഏറ്റവും ഹൈ കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിനിമ തീർന്നു എന്നിരിക്കുന്ന സമയത്ത് റഷ്യയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഷോട്ടാണ്. ആ സംഭവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ തന്നെ ഫുൾ ഓൺ മൂവിക്ക് ഓർഗാനിക്കലി ഫ്ലോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോക്കണ്ട, 100-300 കോടി അടിക്കുന്നുള്ള കാര്യം നോക്കണ്ട. അമ്മാതിരി രീതിയിൽ പടം കത്തും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ടീസർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോയിട്ട് ആശീർവാദ് സിനിമാസിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ടീസർ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഇടുന്നില്ല. നിങ്ങൾ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഫീൽ, എന്താ സംഭവം, എങ്ങനെ കിട്ടിയിട്ടുള്ളത് എന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി കമൻറ്റ് ഇടുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.